ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോക്ടെയിൽ മീഡിയ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണിത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലുണ്ടായ പാഷൻ ഫ്രൂട്ട് തന്നെയാണ്. നമ്മളത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല പഴുത്തിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ആവണം, പുറത്ത് നല്ല മഞ്ഞ കളർ വന്നതാവണം. ഞാനിവിടെ ഏകദേശം 15 പാഷൻ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതൊന്ന് ഹാഫായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ എല്ലാ പാഷൻ ഫ്രൂട്ടും നല്ല ഹാഫായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ടാണ്. നമുക്കിനി അതിനുശേഷം ഇതിൻ്റെ പൾപ്പൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഈ പാഷൻ ഫ്രൂട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതിൽ വൈറ്റമിൻ എ അതുപോലെ തന്നെ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണുകാഴ്ച കൂട്ടാൻ സഹായിക്കും. വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഇമ്പ്രൂവ് ചെയ്യാനും ഇത് സഹായിക്കും. നമുക്ക് ഈ പാഷൻ ഫ്രൂട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അതിന് മുന്നേ ഞാൻ കുറച്ച് പാഷൻ ഫ്രൂട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്, നമുക്ക് ലാസ്റ്റ് ടൈമിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കാം. നമ്മൾ ഒരുപാട് നേരം അടിച്ചു കൊടുക്കരുത്. ഒരുപാട് നേരം അടിച്ചാൽ കുരു അരഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടാൽ മതി. നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ജ്യൂസ് മാത്രമാക്കിയിട്ട് 1 കപ്പ് ജ്യൂസാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. 1 കപ്പ് ജ്യൂസിന് നമുക്ക് അതേപോലെ തന്നെ 1 കപ്പ് പഞ്ചസാര ആവശ്യമുണ്ട്. നമ്മൾക്ക് കിട്ടുന്ന ജ്യൂസിൻ്റെ അതേ അളവിൽ വേണം നമുക്ക് പഞ്ചസാരയും അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. നമുക്ക് ഈ കിട്ടിയ ജ്യൂസ് നമുക്കൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ചെയ്യുമ്പോൾ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിത് കൈ വിടാതെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ചെറിയ പീസ് കറാമ്പട്ട ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് 1 കപ്പ് ജ്യൂസ് കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിതിൽ കൂടുതൽ ജ്യൂസ് കിട്ടുകയാണെങ്കിൽ അതേ അളവിൽ വേണം പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, സാധാ ജാമിൻ്റെ അതേ ടേസ്റ്റാണ്. നമുക്ക് ഈ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ പാഷൻ ഫ്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല, എനിക്ക് ഇതിൻ്റെ കുരുവോടുള്ള ടേസ്റ്റാണ് ഇഷ്ടം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ജാം തണുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പഞ്ചസാര കട്ട പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കട്ട പിടിക്കുക പോലും ചെയ്യില്ല. നമുക്ക് നമ്മുടെ കടയിലൊക്കെ വാങ്ങിക്കുന്ന പോലെ നല്ലൊരു ജാം തന്നെ കിട്ടും. നമ്മൾ നേരത്തെ കറാമ്പട്ട ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടായിരുന്നു ആഡ് ചെയ്ത് കൊടുത്തിരുന്നത്. അതുകൊണ്ട് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്തിരുന്ന ആ കറാമ്പട്ട നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് കളയാം. ഇത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയാൽ നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ബൗളിലോട്ട് മാറ്റുന്നത്. നിങ്ങളിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. നമുക്ക് അടച്ചു വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് കാലം അത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം. പുറത്ത് വെക്കുകയാണെങ്കിലും 2-3 മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ നനഞ്ഞ സ്പൂണൊന്നും ഇടാതെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പി വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യണം. നമ്മൾ യാതൊരു പുറത്തുനിന്നുള്ള സാധനങ്ങളും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.